കോപ്പറേറ്റീവ് ലോയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ഓഫ് രജിസ്ട്രാർ ഈസ് മെൻഷൻഡ് ഇൻ ഡാഷ് ആക്ട്. ആൻസർ 1912 ആക്ട്. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ഓഫ് രജിസ്ട്രാർ ഈസ് മെൻഷൻഡ് ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912. Who is the person exercising the power of the registrar to register and dairy cooperative society? ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റികൾ രജിസ്റ്റർ ചെയ്യാനുള്ള അവകാശം ആർക്കാണ്? ഡയറക്ടർ ഓഫ് ഡയറി ഡെവലപ്മെന്റ്. ഡയറക്ടർ ഓഫ് ഡയറി ഡെവലപ്മെന്റ് ആണ് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റികളെ രജിസ്റ്റർ ചെയ്യുന്നത്. When the chief promoter fails to convene the first general body meeting within 3 months, it shall be convened by answer any person authorized by the registrar. ഒരു ചീഫ് പ്രൊമോട്ടർ 3 മാസത്തിനുള്ളിൽ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടണം. ഇങ്ങനെ ചീഫ് പ്രൊമോട്ടർ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് 3 മാസത്തിനുള്ളിൽ വിളിച്ചു കൂട്ടിയില്ലെങ്കിൽ രജിസ്ട്രാർ ഓതറൈസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടാവുന്നതാണ്. നെക്സ്റ്റ്, മിനിമം മെമ്പേഴ്സ് റിക്വയർഡ് ടു ഫോം എ ഹാൻഡിക്രാഫ്റ്റ് സൊസൈറ്റീസ്. ഹാൻഡിക്രാഫ്റ്റ് സൊസൈറ്റികൾ രൂപീകരിക്കാൻ ആവശ്യമായ മിനിമം മെമ്പേഴ്സ് എത്രയാണ്? 10 പേര്. ഹാൻഡിക്രാഫ്റ്റ് സൊസൈറ്റികൾ മാത്രമല്ല, ഫാമിംഗ് സൊസൈറ്റികളും ഇൻഡസ്ട്രിയൽ സൊസൈറ്റികൾ കൊയറും ഹാൻഡ്ലൂം ഒഴിച്ചിട്ടുള്ള ഇൻഡസ്ട്രിയൽ സൊസൈറ്റികളും ഫാമിംഗ് സൊസൈറ്റികളും ഹാൻഡിക്രാഫ്റ്റ് സൊസൈറ്റികളും രൂപീകരിക്കാനായിട്ടുള്ള മിനിമം മെമ്പേഴ്സ് 10 പേരാണ്. ബാക്കിയുള്ള സൊസൈറ്റികൾക്കൊക്കെ മിനിമം 25 പേരെങ്കിലും വേണം. Next, the area of operation of the society is not overlapping with the area of operation of another society of similar type is mentioned in section 7 subsection 1C. ഒരേ സിമിലർ ടൈപ്പിലുള്ള സൊസൈറ്റികളുടെ ഏരിയ ഓപ്പറേഷനിൽ അതേ ടൈപ്പിലുള്ള മറ്റൊരു സൊസൈറ്റിയും രൂപീകരിക്കാൻ പാടില്ല. അതിനെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 7 സബ്സെക്ഷൻ 1C. A cooperative society become a legal person after answer registration. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ലീഗൽ പേഴ്സൺ ആവുന്നത് അല്ലെങ്കിൽ ഒരു ബോഡി കോർപ്പറേറ്റ് ആകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ആൻസർ രജിസ്ട്രേഷൻ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. If the application for registration of the society not disposed of by a person on whom power of registrar conferred under section 3 subsection 2, the applicant may make representation before ആൻസർ രജിസ്ട്രാർ. സെക്ഷൻ 3 സബ്സെക്ഷൻ 2 ഒരു രജിസ്ട്രാറുടെ അധികാരം കൈമാറ്റം ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ രജിസ്ട്രാറുടെ അധികാരം കൈമാറ്റം ചെയ്യപ്പെട്ട് കിട്ടിയ ആ ഒരു വ്യക്തി ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷനിൽ തീരുമാനമൊന്നും എടുത്തില്ലെങ്കിൽ ആ ആപ്ലിക്കേഷൻ റെപ്രസെൻറ്റേഷൻ ചെയ്യേണ്ടത് രജിസ്ട്രാർക്കാണ്. അപ്പോൾ സെക്ഷൻ 3 സബ്സെക്ഷൻ 2 ഒരു വ്യക്തിക്ക് രജിസ്ട്രാറുടെ അധികാരം കൈമാറ്റം ചെയ്യപ്പെട്ട് കിട്ടിയാൽ ആ വ്യക്തി ആപ്ലിക്കേഷൻ രജിസ്ട്രേഷനിൽ തീരുമാനമെടുത്തില്ലെങ്കിൽ ആപ്ലിക്കേഷൻ റെപ്രസെൻറ്റേഷൻ ചെയ്യേണ്ടത് ആർക്കാണ്? രജിസ്ട്രാർക്കാണ്. ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരിക്കണം അധികാരം കൈമാറ്റം ചെയ്ത് കൊടുക്കേണ്ടത്. നെക്സ്റ്റ്, രജിസ്ട്രാർ കീപ് രജിസ്റ്റർ ഓഫ് രജിസ്റ്റേർഡ് സൊസൈറ്റീസ് ഇൻ ഫോം നമ്പർ. ആൻസർ ഫോം നമ്പർ 4. ഫോം നമ്പർ 4 രജിസ്റ്റർ ഓഫ് രജിസ്റ്റേർഡ് സൊസൈറ്റീസ് കീപ്പ് ചെയ്യുന്നത്. ഇത് ഗവൺമെന്റ് ഓർ രജിസ്ട്രാർ മേ നോമിനേറ്റ് ഓൾ ഓർ എനി ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ ഫസ്റ്റ് കമ്മിറ്റി ഫോർ എ പീരീഡ് ഓഫ് ആൻസർ നോട്ട് എക്സീഡിങ് 12 months. ഫസ്റ്റ് കമ്മിറ്റിയിലേക്ക് രജിസ്ട്രാറോ ഗവൺമെന്റോ നോമിനേറ്റ് ചെയ്യപ്പെടുന്ന വ്യക്തികളുടെ കാലാവധി എന്ന് പറയുന്നത് നോട്ട് എക്സീഡിങ് 12 months ആണ്. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഡിസൈഡഡ് ബൈ answer subcommittee constituted for the purpose. The rate of interest in a cooperative society is decided by subcommittee constituted for the purpose. Dash shall supervise the working of a society. ഒരു സൊസൈറ്റിയെ സൂപ്പർവൈസ് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ആൻസർ രജിസ്ട്രാർ ആൻഡ് ഫിനാൻസിംഗ് ബാങ്ക്. ഒരു സൊസൈറ്റിയെ സൂപ്പർവൈസ് ചെയ്യാനുള്ള അധികാരം രജിസ്ട്രാർ ബാങ്കിനും ആ സൊസൈറ്റിയുടെ ഫിനാൻസിംഗ് ബാങ്കിനുമാണ്. എന്നാൽ ഒരു സൊസൈറ്റി റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? ഗവൺമെന്റിനും രജിസ്ട്രാറും. ഒരു സൊസൈറ്റി റെഗുലേറ്റ് ചെയ്യുന്നത് ഗവൺമെന്റും രജിസ്ട്രാറുമാണ്. ഒരു സൊസൈറ്റിയുടെ വർക്കിംഗ് സൂപ്പർവൈസ് ചെയ്യുന്നത് രജിസ്ട്രാറും
ആ സൊസൈറ്റിയുടെ ഫിനാൻസിങ് ബാങ്കുമാണ്. നെക്സ്റ്റ്, ദ അമെൻമെൻറ്റ് പ്രപ്പോസൽ ഷാൾ ബി ഫൈൽഡ് ബിഫോർ രജിസ്ട്രാർ വിത്തിൻ 1 month ഫ്രം ദ ഡേറ്റ് ഓഫ് ഡാഷ്. ആൻസർ ജനറൽ ബോഡി മീറ്റിംഗ്. The amendment proposal shall be filed before registrar within 1 month from the date of general body meeting. Next, who is competent authority to register the amendment of bylaw of a society having area of operation of one district? Answer, joint registrar. ഒരു ഡിസ്ട്രിക്റ്റ് ഏരിയ ഓപ്പറേഷൻ ആയിട്ടുള്ള സൊസൈറ്റിയുടെ ബൈലോ അമെൻമെൻറ്റ് ചെയ്ത് രജിസ്റ്റർ ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ജോയിൻറ്റ് രജിസ്ട്രാറിനാണ്. അപ്പോൾ ഒരു ഡിസ്ട്രിക്റ്റ് ഏരിയ ഓപ്പറേഷനുള്ള സൊസൈറ്റിയുടെ ബൈലോ അമെൻമെൻറ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള അധികാരം ജോയിൻറ്റ് രജിസ്ട്രാറിനാണ്. ജോയിൻറ്റ് രജിസ്ട്രാറിനും മാത്രമാണ് ബൈലോ അമെൻമെൻറ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള അധികാരമുള്ളത്. Register of amendments to bylaw kept in the society for a period of. Answer, permanent. Register of amendment to bylaw പെർമനൻ്റ് ആയിട്ട് സൂക്ഷിക്കണം. നെക്സ്റ്റ്, ദ ഫസ്റ്റ് ഐറ്റം ഇൻ ദ ബൈലോ. ബൈലോയിലെ ഫസ്റ്റ് ഐറ്റം എന്താണ്? നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ സൊസൈറ്റി. ഫസ്റ്റ് ഐറ്റം ഇൻ ദ ബൈലോ, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ സൊസൈറ്റി. Dash shall responsible for modifying the model bylaws from time to time. അതായത് യഥാസമയങ്ങളിൽ മോഡൽ ബൈലോ മോഡിഫൈ ചെയ്യാനുള്ള അധികാരം രജിസ്ട്രാർക്കാണുള്ളത്. രജിസ്ട്രാറാണ് യഥാസമയങ്ങളിൽ മോഡൽ ബൈലോസ് മോഡിഫൈ ചെയ്യുന്നത്. ഇനി ഒരു സൊസൈറ്റിക്ക് ആ മോഡൽ ബൈലോയിൽ തിരുത്തി സ്വന്തം ബൈലോയാക്കി മാറ്റാം. അത് രജിസ്ട്രാറുടെ അനുവാദത്തോടു കൂടി മാത്രം. നെക്സ്റ്റ്, സൊസൈറ്റി ക്യാൻ ട്രാൻസ്ഫർ ഇറ്റ്സ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഇൻ ഹോൾ or in a part to any other society or divide itself into 2 or more society with the approval of dash. Answer, registrar. ഒരു സൊസൈറ്റിയുടെ അസറ്റ്സ് ലയബിലിറ്റീസും മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ മറ്റു സൊസൈറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു സൊസൈറ്റി ഡിവൈഡ് ചെയ്ത് 2 or 3 സൊസൈറ്റികളാക്കി മാറ്റുന്നുണ്ടെങ്കിലും രജിസ്ട്രാറുടെ മുൻകൂർ അനുവാദം ആവശ്യമാണ്. For amalgamation, merger, division and transfer of assets and liabilities of cooperative society, dash meeting should be obtained. Answer, special general body meeting. സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടിക്കൊണ്ടാണ് അമാൽഗമേഷൻ, മെർജർ, ഡിവിഷൻ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി ഒക്കെ തീരുമാനിക്കുന്നത്. നെക്സ്റ്റ്, പ്രൊസീജിയർ റിഗാർഡിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കമ്മിറ്റി ഓഫ് ന്യൂ സൊസൈറ്റി ഇൻ കേസ് ഓഫ് ഡിവിഷൻ ഓഫ് എ സൊസൈറ്റി മെൻഷൻഡ് ഇൻ റൂൾ. ആൻസർ, റൂൾ 41. റൂൾ 41 ഡിവിഷൻ ചെയ്തതിന് മൂലം പുതിയ സൊസൈറ്റിയുടെ കമ്മിറ്റിയെ രൂപീകരിക്കുന്നതിൻ്റെ പ്രൊസീജിയറിനെ കുറിച്ച് പറയുന്നത് റൂൾ 41. Any subsidiary institution shall exist only as long as the dash of the cooperative society deems its existence necessary. അതായത് ഒരു സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ എപ്പോൾ വരെ പോകും എന്ന് തീരുമാനിക്കുന്നത് ജനറൽ ബോഡിയാണ്. ജനറൽ ബോഡി തീരുമാനിക്കുന്ന പോലെയാണ് ആ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നിലനിൽപ്പെന്ന് പറയുന്നത്.